ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ ചോറിൻ്റെ കൂടെയും ചപ്പാത്തി കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. 750 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചെറുതായി കട്ടാക്കിയതാണ്. അപ്പോൾ നന്നായി കഴുകി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഒരു ബൗളിലോട്ട് ഇട്ടുകൊടുക്കാം. ശേഷം 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ ഒരു ചെറിയൊരു പീസ് നമുക്ക് നാരങ്ങ നീരും കൂടി ഒഴിച്ചെടുക്കണം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാണ്ട് അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്തി കൊടുക്കാം. അപ്പോൾ നാരങ്ങ നീരിന് പകരം നിങ്ങൾക്ക് വിനാഗിരി 1 ടീസ്പൂണോളം ചേർക്കാം. അതും അല്ലെങ്കിൽ 1 ടീസ്പൂണോളം തൈര് ഒഴിച്ചെടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ നന്നായി സ്മൂത്തായി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കൊരു 15 മിനിറ്റോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇതാ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് നമ്മുടെ മസാല ആക്കി വെച്ച ചിക്കനും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കൂടുതൽ നേരം വെന്ത് കിട്ടൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ ചിക്കന് നമുക്കിതാ ഒരു 3/4 ഭാഗോളം വെന്തെടുത്താൽ മതി. ഇപ്പോൾ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു ബോളിലോട്ട് മാറ്റിയെടുക്കാം കേട്ടോ. നമ്മുടെ ചിക്കന് ഇങ്ങനെ ഒരു സ്മൂത്ത് രൂപത്തിലായിരിക്കുമ്പോൾ വേണം കേട്ടോ നമുക്ക് എടുത്ത് മാറ്റാൻ. അപ്പോൾ ഇത് പകുതി മുക്കാൽ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചിക്കന്. ഇനി നമുക്കിതാ ആ പാനിൽ തന്നെ ഒരു 2 സവാള നമുക്ക് കട്ടാക്കാം. അപ്പോൾ വലിയ സവാളയാണ് കേട്ടോ. പിന്നെ അതുപോലെ നീളത്തിലും കട്ടാക്കിയതാണ്. ഇനി നമുക്കത് ചേർത്തി കൊടുക്കാം. ഇനി അതൊന്ന് വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തി കൊടുക്കാം. അതുപോലെ കുറേ നേരം വഴറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് ചെറുതായി കട്ടാക്കാം. അപ്പോൾ ഒരു പച്ചമുളകാണ് ഞാൻ ചേർത്തി കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. അതുപോലെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് 2 ടീസ്പൂണോളം അതും ചേർത്തി കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം ഒരു വലിയൊരു തക്കാളിയാണ് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം സൈസാണ് നിങ്ങൾക്ക് 2 തക്കാളി എടുക്കാം കേട്ടോ. ഇനി അതും കൂടുതൽ അങ്ങനെ വഴറ്റിയെടുക്കൊന്നും വേണ്ട. അപ്പോഴേക്കും നമുക്കിത് മസാലകൾ ഇട്ട് കൊടുക്കാം. 1 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം മുളക് പൊടി. നമ്മുടെ വലിയ ജീരകം മസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ റോസ്റ്റിൽ, നമുക്ക് ചിക്കൻ റോസ്റ്റിൽ കഴിക്കുമ്പോൾ. അതുപോലെ നമുക്കൊരു 1/4 ടീസ്പൂണോളം ഗരം മസാലയാണ് ചേർത്തി കൊടുക്കാം. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത്. ചിക്കനും ചേർത്തി കൊടുത്ത് ഇനി നമുക്കൊരു 5 മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നും കൂടി വെന്ത് കിട്ടാണ്ട് നമ്മുടെ മസാല ചിക്കനും കൂടി നന്നായി ഒന്ന് മിക്സ് ആയെടുക്കാണ്ട് ഇതാട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതാ ഒരു ചെറിയൊരു തക്കാളിയും കൂടി ഒന്ന് കട്ടാക്കി മുകളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കൂടുതൽ വെന്ത് കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. ആ ചിക്കനിൽ അങ്ങനെ കിടക്കുമ്പോഴായിരിക്കും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. കുറച്ചുകൂടി കറിവേപ്പിലയും ചേർത്തി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയ ശേഷം നമുക്ക് വെറുതെ ഒരു 10 മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഇനി നമുക്ക് സെർവ് ചെയ്യാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ. അതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. ഉറപ്പായും അടുത്ത പ്രാവശ്യം നിങ്ങൾ ചിക്കൻ വാങ്ങുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ തന്നെ അറിയിച്ചേക്കണം. എത്ര സിമ്പിളായിട്ടല്ലേ നമ്മൾ ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അപ്പോൾ അടിപൊളി റെസിപ്പി കൊണ്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.